ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടലപ്പൊടി കൊണ്ടുള്ള പേടയാണ്. നല്ല കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ നമുക്ക് പേട വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് ഉമ്മയാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഈ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതാണ് നെയ്യ്. ഇവിടെ 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് 1 കപ്പ് പഞ്ചസാര. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ പാലും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് നല്ലോണം ചൂടാക്കിയെടുക്കാം. നെയ്യൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കേണ്ടതാണ്. ഇവിടെ കുറച്ചും കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കടലപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും. വീട്ടിൽ നമ്മളത് വറുത്തെടുത്തൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടും പാലും കൂടി ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം കുറുക്കിയെടുക്കണം. പാലും കടലപ്പൊടിയൊക്കെ ചേർന്ന് നല്ലോണം ടൈറ്റായി വരുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ലോണം പാകത്തിലാക്കി എടുക്കണം. ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ട്. നമ്മളൊന്നുകൂടെ നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഇറക്കി ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് മിൽക്ക്മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അതൊക്കെ ഓപ്ഷനിലാണ്. ഇവിടെ നമ്മൾ കുറച്ച് മിൽക്ക്മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്, അതിൽ എടുത്തിട്ടില്ല. നമുക്കിത് ഓരോ ബോളുകളാക്കി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഇവിടെ ഒരു ബോൾ ഷേപ്പാണ് ആക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ മാവും റെഡിയാക്കി എടുക്കാം. നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഏതാ നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.